മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ UDF ഘടകകക്ഷികൾ അതൃപ്തി തുടരുന്നു. മുസ്ലിം ലീഗിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കുന്നു RSP. കാലതാമസം ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്നും വേഗത്തിൽ പ്രഖ്യാപനം വേണമെന്നും NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. സംസ്ഥാന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലവിളംബം കൂടാതെ എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കാലതാമസം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള നിരാശ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതേസമയം മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ല എന്ന കോൺഗ്രസ് നേതാവ് MM ഹസന്റെ പരാമർശത്തിനും NK പ്രേമചന്ദ്രൻ മറുപടി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് കൂടി. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കണം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഞങ്ങളെ വിളിച്ച് ഈ കാര്യം ചർച്ച ചെയ്തത്. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിനെ ഞങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ഘടകകക്ഷികൾ എന്തോ അരുതാത്തത് ചെയ്തു എന്ന പരാമർശം അല്ലെങ്കിൽ അരുതാത്തത് ചെയ്തു എന്ന നിലയിൽ ജനം ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കുന്ന നിലയിൽ ബഹുമാനപ്പെട്ട KPCCയുടെ മുൻ പ്രസിഡന്റും UDFന്റെ മുൻ കൺവീനറുമായിട്ടുള്ള ശ്രീ MM ഹസൻ നടത്തിയ പരാമർശം വളരെ നിർഭാഗ്യകരമാണ്. അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവിൽ നിന്നുണ്ടായ പരാമർശം എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.